ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കാരക്കൽ സാർ, ബഹുമാനപ്പെട്ട മാത്യു സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, കർത്താവിനാൽ അനുഗ്രഹീത സഹോദരങ്ങളെ, സമയ പരിമിതി മൂലം മുഖവുരയില്ലാതെ വിശുദ്ധ വേദഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിവന്യ തിരുമനസ് സമയം അതിക്രമിച്ചതുകൊണ്ട് 50 മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ 50 മിനിറ്റിനുള്ളിൽ തന്നെ പൂർണ്ണമായും എൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദഭാഗം വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഇതാണ് വേദഭാഗം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് പോകാം. ഗ്രീക്കുകാർ അഥവാ യവനന്മാർ, അവർക്ക് യേശുവിനെ കാണുവാൻ വല്ലാത്ത ആഗ്രഹം. അന്നും ഇന്നും ഒരു കുഴപ്പമുണ്ട്. ഉന്നത സ്ഥാനികളെ കാണണമെങ്കിൽ ആരുടെയെങ്കിലും സ്വാധീനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ യേശു തമ്പുരാനെ കാണുവാൻ ആരുടെയും സ്വാധീനം ആവശ്യമില്ല എങ്കിലും ഗ്രീക്കുകാർ സത്യത്തിൽ വിചാരിച്ചു യേശുവിനെ നമുക്ക് നേരിട്ട് കാണാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും വഴിയായി മാത്രമേ യേശുവിനെ കാണാനാകൂ. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് ലഭ്യമായ ഒരു ഉത്തരം, യേശു തമ്പുരാന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ഗ്രീക്ക് നാമധാരിയായ ഒരാളുണ്ട്. അയാളുടെ പേര് ഫിലിപ്പോസ് എന്നാണ്. നേരെ ഇവർ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു. ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, യേശുവിനെ കാണിച്ചു തരുവാൻ എന്നേക്കാൾ പ്രബലനായ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ, ശിഷ്യഗണങ്ങളെയൊക്കെ ഒരു പരിധിവരെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചത്. അത് അന്ത്രയോസാണ്. അതുകൊണ്ട് നമുക്ക് നേരെ അന്ത്രയോസിന്റെ അടുക്കൽ പോകാം. അങ്ങനെ അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് ഈ ഗ്രീക്കുകാരെ കൊണ്ടുപോകുമ്പോൾ, ഈ വിജാതീയ സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ, അവരോട് യേശു തമ്പുരാൻ സംസാരിക്കുന്ന മാത്രയിൽ പറയുന്ന ശ്രദ്ധേയവാചകങ്ങളിൽ ഒന്നാണിത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തിൽ ഈ രാത്രിയിലെ ചിന്ത പോകുന്നത് വളരെ ഉപരിപ്ലവമായി പറഞ്ഞാൽ ഈ വായിച്ച വേദഭാഗത്തിനുള്ളിൽ നിന്നാണ് എന്ന് പറയാൻ ഒക്കുകയില്ല. കാരണം ഈ വായിച്ച വേദഭാഗത്തിനുള്ളിലെ 2 വാക്കുകൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ട്, അഥവാ ഒരു ഡ്യൂറേഷൻ ഉണ്ട്, അഥവാ 2-3 ദിവസത്തിന്റെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഏത് വിത്തുമായിക്കൊള്ളട്ടെ, അത് ഗോതമ്പിന്റെയോ യവത്തിന്റെയോ എന്തിൻ്റെതുമായിക്കൊള്ളട്ടെ, നെൽവിത്തോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ വിത്ത് നിലത്ത് വീണാൽ അത് മുളയ്ക്കുന്നതിന് ഒരു കൃത്യമായ സമയമെടുക്കും. ഈ സമയത്തിനുള്ളിൽ ഈ വിത്തിന് എന്ത് മാറ്റമാണോ സംഭവിക്കുന്നത്, ആ മാറ്റം സംഭവിക്കുന്നത് മുഖാന്തരമായി അതിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട മുളയുണ്ടാകുമെങ്കിൽ, എന്നെയും നിങ്ങളെയും ഈ ലോകത്ത് തമ്പുരാൻ വിത്തുകളായി സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ 60-70 വയസ്സ് നീളുന്ന ഒരു ആയുസ്സുണ്ട്, ഒരു ദൈർഘ്യമുണ്ട്, ഒരു സ്പേസ് ഉണ്ട് നമുക്കിവിടെ. ആ സ്പേസിനുള്ളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ഗോതമ്പ് മണിക്ക് സംഭവിക്കുന്ന അതേ മാറ്റങ്ങൾ സംഭവിച്ചാൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയുണ്ടാകും. എല്ലാവർക്കും തലമുറയെ നൽകുവാൻ ദൈവം തമ്പുരാൻ വരദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അനുഗ്രഹിക്കപ്പെട്ട തലമുറയാകണമെങ്കിൽ നിലത്തു വീഴുന്ന ഈ വിത്തിന് സംഭവിക്കുന്ന അതേ പരിണാമങ്ങൾ
നമുക്കും സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കും അനുഗ്രഹിക്കപ്പെട്ട തലമുറയുണ്ടാകും. എന്താണ് ഈ വിത്തിന് ആദ്യമായി സംഭവിക്കുക? നിലത്തേക്ക് വീഴുന്ന വിത്ത്, അത് ഏത് വിത്തുമായി കൊള്ളട്ടെ, പക്ഷേ അതിൻ്റെ ചുറ്റുപാടിലുള്ള ജലാംശത്തെ അബ്സോർബ് ചെയ്ത്, ആഗിരണം ചെയ്ത്, തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് ചീർക്കും അഥവാ വീർക്കും, വികസിക്കും എന്ന് പറയും. ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ആക്ടിവേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൽസ് എന്ന് പറയും. നിലത്ത് വീഴുന്ന വിത്ത് അത് ഏതുമായിക്കൊള്ളട്ടെ, ചുറ്റുപാടിലുള്ള ജലാംശങ്ങളെ സ്വീകരിച്ചിട്ട് ഈ വിത്ത് വികസിക്കുകയാണെങ്കിൽ, ഈ വിത്ത് കുതിരുകയാണെങ്കിൽ, ഈ വിത്ത് ചീർക്കുകയാണെങ്കിൽ, എന്നെയും നിങ്ങളെയും ഈ ലോകത്ത് തമ്പുരാൻ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില നനവുകളുണ്ട്, ചില ജലാംശങ്ങളുണ്ട്, അഥവാ ചില കണ്ണുനീരുകളുണ്ട്. ഈ കണ്ണുനീരിനെ ആഗിരണം ചെയ്തിട്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് വളരാനാകണം, അഥവാ വികസിക്കാനാകണം. അതുകൊണ്ട് ആദ്യത്തെ ആശയം കണ്ണുനീരിൽ വളരുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കണ്ണുനീർ. പക്ഷെ ഇന്ന് എല്ലാ മനുഷ്യരും കണ്ണുനീരിന്റെ മുൻപിൽ തകർന്നു പോകുകയാണ് ജീവിതത്തിൽ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആർക്കും കരയാൻ ഇഷ്ടമല്ല, എനിക്കറിയാം. കരയാൻ ഇഷ്ടമുള്ള ആരാ ഇവിടെ ഉള്ള? ഒരു മനുഷ്യനും ജീവിതത്തിൽ കരയാൻ ഇഷ്ടമല്ല. പക്ഷേ ശാസ്ത്രം പറയുന്നു, ഒരു മനുഷ്യന്റെ ശരീരത്തിനുള്ളിലെ വിഷസ്രവങ്ങളെ പുറന്തള്ളുന്നത് അവന്റെ കണ്ണുനീരിലൂടെയുമാണ്. ഒരു മനുഷ്യൻ സ്ഥിരമായി കരയുന്നയാളാണെങ്കിൽ അയാളുടെ ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങളെ കണ്ണുനീരെന്ന സ്രവത്തിലൂടെ പുറത്തേക്ക് കളയുകയാണ്. അതേ ശാസ്ത്രം മറുവശത്ത് ഒന്നുകൂടെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അത് ട്യൂമറാകും, അങ്ങനെ ക്യാൻസറായി പുറത്തേക്ക് വരും. പ്രിയ സഹോദരങ്ങളെ, ശാസ്ത്രത്തിന്റെ രണ്ട് ആംഗിളുകളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, കണ്ണുനീരിലൂടെ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തേക്ക് കളയും. മറുവശത്ത് മനുഷ്യ ശരീരത്തിലെ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടി ട്യൂമറായി, ക്യാൻസറായി പുറത്തേക്ക് വരും. ഇങ്ങനെയാണെങ്കിൽ കരയുന്ന മനുഷ്യന് എന്ത് ഗുണമുണ്ടാകും? ദൈവസന്നിധിയിൽ നിരന്തരമായി എല്ലാ ദിവസവും ഒന്ന് കണ്ണുനീരൊഴുക്കുന്ന മനുഷ്യന്, പ്രിയ സഹോദരങ്ങളെ, ക്യാൻസർ വരികയില്ല എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ രോഗപ്രതിരോധ ശേഷി ആർജിച്ചെടുക്കാനുള്ള കഴിവ് ലഭിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുക്ക വായിച്ചൊരു ലേഖനത്തിൽ ഇങ്ങനെ വായിക്കാനിടയായി, എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ, ഈശ്വര സന്നിധിയിൽ കരയുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ 40% ബ്ലഡ് പ്രഷർ കുറവായിരിക്കും. കരയുന്ന വ്യക്തിക്ക്, കണ്ണുനീരൊഴുക്കുന്ന വ്യക്തിക്ക് പ്രഷർ വരികയില്ല എന്നൊന്നും പറയാൻ ഒക്കുകയില്ല. പക്ഷേ ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും കണ്ണുനീരോടെ കരയുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ 40% ബ്ലഡ് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിലൊന്നും നിരന്തരം കരയണം. ഈ കരച്ചിൽ തളരാനുള്ളതല്ല, മറിച്ച് വളരാനുള്ളതാണ്. ജീവിതം വികസിക്കാനുള്ളതാണ്. ആത്മാവ് വീർക്കാനുള്ളതാണ്. പക്ഷെ ആർക്കും ഒന്നും കരയാൻ ഇഷ്ടമല്ല. ഒരു പള്ളിയിൽ വലിയ പെരുന്നാൾ നടക്കുകയാണ്. ഒരു മെത്രാപ്പൊലീത്തയാണ് ആ പെരുന്നാളിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അഭിമന്യ തിരുമേനി പെരുന്നാൾ ശുശ്രൂഷ കഴിഞ്ഞ കൈമുത്തിന്റെ സമയമായി. കൈമുത്താനായി വന്നപ്പോൾ പുരുഷന്മാരുടെ ഭാഗത്ത് വളരെ കൃത്യമായ നിരവ് നടക്കുന്നുണ്ട്. നിരനിരയായി എല്ലാ പുരുഷന്മാരും വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് സ്ത്രീകളുടെ ഭാഗമായപ്പോൾ ശക്തമായ സംഘർഷം. തിരുമേനിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാനായില്ല. ഇവിടെ ഒന്നും ഒരു പക്ഷേ അങ്ങനെ കാണുകയായിരിക്കും, ഏതായാലും ഞങ്ങളുടെ നാട്ടിലൊക്കെ. തിരുമേനി മൈക്കെടുത്ത് വെച്ചിട്ട് ശക്തമായി സ്ത്രീകളെ ശകാരിച്ചു. അത് കേട്ടുകൊണ്ട് നിന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞു, തിരുമേനി, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരാഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ക്യൂ നിൽക്കുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല, ആഴ്ചയിൽ 7 ദിവസവും നിൽക്കുന്നവരാ. ഒരു ദിവസം മാത്രമേ ഉള്ളൂ പള്ളിയിൽ, ബാക്കി 6 ദിവസം വേറെ സ്ഥലത്തെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
പക്ഷേ സഹോദരൻ, നീ എന്തുകൊണ്ട് 6 ദിവസം ഇതുപോലെ ക്യൂ നിൽക്കാൻ പോകുന്നു? ഈ ചോദ്യത്തിന് ഒരു അന്വേഷണം നടത്താൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെയുള്ള എല്ലാവരും പറയുന്നൊരു മറുപടി, ജീവിതത്തിലെ ചില മാനസിക പിരിമുറുക്കങ്ങളുടെ മുൻപിൽ, ജീവിതത്തിലെ ചില സംഘർഷങ്ങളുടെ നടുവിൽ, ചില ബുദ്ധിമുട്ടുകളുടെ സാമ്പത്തിക പരാധീനതകളുടെ നടുവിൽ, ചില രോഗങ്ങളുടെ നടുവിൽ, അത് കുടുംബത്തിലെ അംഗങ്ങളുടേതാകാം, ഈ രോഗങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഒരാശ്വാസം കണ്ടെത്താൻ, ഒരു തൽക്കാലത്തേക്കുള്ള സുഖ അനുഭൂതിക്ക് വേണ്ടിയ ഇതിലേക്ക് പോകുന്നത് എന്ന് ഒരു പരിധിവരെയുള്ളവർ മറുപടി നൽകും. എല്ലാവരും അങ്ങനെയാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ എന്ത് സഹോദര, നീ ഇങ്ങനെ നിനക്ക് ഈ മാധ്യമങ്ങളിലേക്ക്, ഈ തെരുവോരത്തെ നിരകളിലേക്ക് പോകേണ്ടി വരുന്നു? കാരണം ഒന്നേ ഉള്ളൂ, ഒന്ന് കരയാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാ. കാരണം മാനസിക സംഘർഷങ്ങളുടെ നടുവിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നീ ദൈവസന്നിധിയിൽ ഒന്ന് കരയാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിൽ ഒരു പ്രവാസി മലയാളി എൻ്റെ അടുക്കൽ 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, തിരുമേനി, അച്ഛൻ ഒരു കാര്യം ചെയ്യണം. ഈ 1 ലക്ഷം രൂപ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ സഹായത്തിനും പഠനത്തിനുമായി നൽകണം. ഞാൻ ഈ വിഷയം പള്ളിയിൽ അനൗൺസ് ചെയ്തു. ഒത്തിരി ആപ്ലിക്കേഷൻസ് എൻ്റെ അടുക്ക വന്നു. അതിൽ ഒരു ദിവസം ഞാൻ പള്ളി ഓഫീസിൽ ഇരിക്കുമ്പോൾ ഏതാണ്ട് 45-50 വയസ്സുള്ള പ്രായമുള്ള ഒരു മനുഷ്യൻ, അയാൾ എൻ്റെ അടുക്കൽ ഒരു ആപ്ലിക്കേഷനുമായിട്ട് വന്നു. ഈ മനുഷ്യൻ ഒരു മുഴുവൻ മദ്യപാനിയാണ്, എന്റെ ഇടവകയിലെ അംഗമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ മനുഷ്യനോട് വളരെ ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചു, നിങ്ങൾ എത്ര നാളായി മദ്യപിക്കുന്നയാളാണ്? അദ്ദേഹം വളരെ ഫ്രാങ്ക് ആയിട്ട് തന്നെ എനിക്ക് മറുപടി എന്ന് വെച്ചാൽ 20 വർഷമായി ഞാൻ മദ്യപിക്കുന്നയാളാണ്. ഇദ്ദേഹം പോയി കഴിഞ്ഞു. എന്റെ മനസ്സിലുണ്ടായ ഒരു സംശയം ഇതാണ്, ദൈവമേ, 20 വർഷമായി നിരന്തരം മദ്യപിക്കുന്ന ഒരു മുഴുനീള മദ്യപാനിയായ എൻ്റെ അടുക്കൽ വന്ന് ഈ സഹായത്തിന് കൈ നീട്ടി നിൽക്കുന്നത്. പക്ഷെ എൻ്റെ ചിന്ത പോയത് ഇങ്ങനെയാണ്, 20 വർഷം കൊണ്ട് ഈ മനുഷ്യൻ എന്തോരം രൂപയ്ക്ക് മദ്യപിച്ചു കാണും. ഞാൻ അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. ഇതൊരു ആക്യുറേറ്റ് കാൽക്കുലേഷൻ ഒന്നും ആകണമെന്നില്ല. പക്ഷേ ഇദ്ദേഹം മദ്യപാനം തുടങ്ങിയ ആദ്യത്തെ 5 വർഷം ഒരു മാസം ശരാശരി 20 ദിവസം വെച്ച് ഒരു ദിവസം ഒരു 50 രൂപ കണക്ക് മദ്യപിച്ചാൽ ആദ്യത്തെ 5 വർഷം കൊണ്ട് 60,000 രൂപയ്ക്ക് മദ്യപിച്ച് തീർക്കും. പിന്നീടുള്ള അടുത്ത 5 വർഷം ഇതേ കണക്ക് ശരാശരി 20 ദിവസം ഒരു ദിവസം 100 രൂപ വെച്ച് ഈ മനുഷ്യൻ മദ്യപിച്ച് തീർത്താൽ വീണ്ടും 1,20,000 രൂപയ്ക്ക് കൂടെ ഈ മനുഷ്യൻ മദ്യപിക്കും. വീണ്ടും 10 വർഷം ഇതേ ശരാശരിയിൽ ഒരു ദിവസം 150 രൂപ കണക്ക് മദ്യപിച്ചാൽ ഈ മനുഷ്യൻ ഏതാണ്ട് വീണ്ടും 3,60,000 രൂപയ്ക്ക് മദ്യപിക്കും. അങ്ങനെയാണെങ്കിൽ 20 വർഷം കൊണ്ട് കുടിച്ചു തീർത്ത തുക എന്ന് പറയുന്നത് 60,000 പ്ലസ് 1,20,000 പ്ലസ് 3,60,000 is equal to 5,40,000 രൂപ. ഇനിയും തമ്പുരാൻ ഈ മനുഷ്യന് ആയുസ് കൊടുത്താൽ ഒരു 10 വർഷം കൂടെ ഈ മനുഷ്യൻ മദ്യപിക്കും. 10 വർഷം കഴിയുന്നതിന് മുൻപേ ഏതാണ്ട് കിടപ്പാകും, ഭാര്യയ്ക്കും മക്കൾക്കും ഭാരമാകും, ചുമന്നുകൊള്ളണം. പക്ഷേ 10 വർഷം കൂടെ ഈ മനുഷ്യൻ മദ്യപിച്ചാൽ ഇതേ ശരാശരിയിൽ ദിവസം 200 രൂപ കണക്ക് മദ്യപിക്കും. അങ്ങനെ മദ്യപിച്ചാൽ ഏതാണ്ട് 4,80,000 രൂപയ്ക്ക് കൂടെ ഇയാൾ മദ്യപിക്കും. 5,40,000 പ്ലസ് 4,80,000 10,20,000. സഹോദര, 20,000 രൂപ നിനക്ക് ഡിസ്കൗണ്ട്, ബാക്കി 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയ്ക്ക് കുടിച്ചു തീർത്തവന് 10,000 രൂപയുടെ സഹായത്തിന് മുൻപിൽ വന്ന് നിൽക്കുന്നത് കൊടുക്കാമോ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ആ പാവം പെൺകുട്ടി എന്ത് പിഴച്ചു. പക്ഷേ എന്തേ സഹോദര,
നീ നിന്റെ ജീവിതത്തിന്റെ 30 വർഷം നീണ്ട ആയുസ് ഇതിന്റെ പിന്നാലെ പോയി എന്ന ചോദ്യത്തിന് ഏതാണ്ടൊരു പരിധിവരെ മറുപടി ഇതാണ്: ദൈവസന്നിധിയിൽ ഒരിറ്റ് കണ്ണുനീർ ഒഴുക്കാനുള്ള മനസ്സില്ല. കാരണം കണ്ണുനീർ ഒഴുക്കാതിരിക്കാൻ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഇതിന്റെ പിന്നാലെ പോവുകയാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായ ഒരു കഥ കാണാനാകും. മോശ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുകയാണ്. മോശ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുന്നു. എന്തേ കാരണം? കാരണം ഇത് മാത്രമാണ്: തന്റെ ബാല്യകാലത്ത് തനിക്ക് മുലയൂട്ടാൻ ഒരമ്മയെ ലഭ്യമല്ലാതിരിക്കെ, തന്റെ സ്വന്തം അമ്മയെ തനിക്ക് അമ്മയായി നൽകിയ തന്റെ പ്രിയപ്പെട്ട ആത്മാർത്ഥ സഹോദരിയായ മിര്യാം, ആ മിര്യാം ഇന്ന് മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ മോശയ്ക്കെതിരെ നിൽക്കുകയാണ്. അതേ സ്ഥാനത്ത് മോശ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട്, ദൈവമേ, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ തക്ക നാവിന്റെ ത്രാണി എനിക്കില്ല, ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോ ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്: നിന്റെ നാവായി അഹറോൻ പരിണമിക്കും. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ നാവായി മോശയോട് ചേർന്ന് പരിണമിച്ച അഹറോൻ, ആ അഹറോനും മിര്യാമും സംഘമായി നിൽക്കുകയാണ് മോശയ്ക്കെതിരെ. പക്ഷേ ഫലം വളരെ ദാരുണമായി. മിര്യാമിന് കുഷ്ഠരോഗമായി. തിരിച്ചറിയണം സഹോദരങ്ങളെ, സഹോദരങ്ങൾക്കെതിരെ സംഘമായി നിന്ന് അവനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ ഫലം വളരെ ദാരുണമാകും. അതുകൊണ്ട് സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ച് വസിക്കുന്ന അനുഭവം അത് എത്ര ശുഭകരമാണ്, അത് എത്ര ആനന്ദകരമാണ്. പക്ഷേ ഇവിടെ മിര്യാമിന്റെ കുഷ്ഠരോഗത്തിന്റെ നടുവിൽ തന്റെ സഹോദരിയുടെ ജീവിതത്തിന്റെ ഭീകരമായ ആപൽ പ്രതിസന്ധിയുടെ മുൻപിൽ മോശ ഒരു തെരുവോരത്തും ക്യൂ നിൽക്കാൻ പോയില്ല, ഒരു 10 ലക്ഷത്തിന്റെ പിന്നാലെ പോയില്ല. മറിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊള്ളുക ആധുനിക തലമുറ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ ഒരു താൽക്കാലിക മാധ്യമത്തിലേക്കും അഭയപ്പെടേണ്ട. മറിച്ച് മോശയെ പോലെ ദൈവസന്നിധിയിൽ ഒന്ന് കണ്ണുനീരോടെ നിൽക്കാനാവുക. ലോകത്തെ എല്ലാ സ്ത്രീകളും തന്റെ കുഞ്ഞ് കരയാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമുണ്ട്. വേറൊരു നിമിഷമില്ല, ആ സ്ത്രീയുടെ പ്രസവ സമയത്താണ്. പ്രസവിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് കരയുന്നതാണ് അതിന്റെ അമ്മയ്ക്ക് ഇഷ്ടം. പിന്നീട് ഒരിക്കൽ പോലും തന്റെ കുഞ്ഞ് കരയുന്നത് ലോകത്ത് ഒരമ്മയും ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ ഈ നിമിഷം പ്രസവ സമയത്ത് തന്റെ കുഞ്ഞ് കരയുന്നത് അമ്മയ്ക്ക് ഏറെ ഇഷ്ടമാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഈ കരച്ചിൽ ആ സമയത്ത് നടന്നില്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അർത്ഥം. ആ സമയത്ത് സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ കുഞ്ഞിനെ എടുത്ത് തട്ടുമെന്നൊക്കെ പറയാറ്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ആരും കണ്ടു കാണാൻ സാധ്യതയില്ല. അതിനുള്ള ഭാഗ്യവും ഉണ്ടാകും തോന്നില്ല. പക്ഷേ ഇങ്ങനെ പോയാൽ കേരളത്തിൽ ഇതും കാണുന്നതിന് യാതൊരു കുഴപ്പവുമില്ലാത്ത സംസ്കാരത്തിലേക്ക് ആധുനിക സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വ്യക്തമായ നഗ്ന സത്യം. മറുവശത്ത് ഈ കുഞ്ഞിന്റെ കരച്ചിൽ ഈ സമയം നടക്കുക എന്നുള്ളത് ജീവന്റെ തുടിനാദമാണ്. അങ്ങനെ ഒരമ്മ തന്റെ കുഞ്ഞ് കരയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് ജീവന്റെ തുടിനാദമായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും മാതാവായ പിതാവായ യഹോവയാം ദൈവം തമ്പുരാനും നമ്മുടെ കണ്ണുനീർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് നിന്റെ ആത്മാവിന്റെ തുടിനാദമാണ്. ഇത് നിന്റെ ആത്മാവിന്റെ തുടിനാദമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലെ കണ്ണുനീർ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ആത്മാവിന്റെ തുടിനാദം, നമ്മുടെ ജീവന്റെ തുടിനാദം നിലനിൽക്കേണ്ടത് ദൈനംദിനം ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന ഈ കണ്ണുനീരിലൂടെയാകണം. അതുകൊണ്ടാകാം മലങ്കര സഭയിലെ കാലം ചെയ്ത ഒരു വന്യപിതാവ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണ മധ്യേ ഇങ്ങനെ പറയുകയുണ്ടായി: എൻ്റെ തലയിലെ മസനപ്സ എന്നാൽ
അഭിവന്യ തിരുമേനിമാർ തലയിൽ ധരിക്കുന്ന ശിരോവസ്ത്രം. ഇത് എൻ്റെ ബാല്യകാലത്ത് എൻ്റെ അമ്മയുടെ തലയിൽ ഞാൻ കണ്ടിരുന്ന ഈരഴയൻ തോർത്തുമുണ്ടാണ്. പിതാവിൻ്റെ വാചകം ഇതാണ്: എൻ്റെ തലയിലെ മസനബ്സ അഥവാ ശിരോവസ്ത്രം എൻ്റെ ബാല്യകാലത്ത് എൻ്റെ അമ്മയുടെ തലയിൽ ഞാൻ കണ്ടിരുന്ന ഈരഴയൻ തോർത്തുമുണ്ടാണ്. ചാണകം മെഴുകിയ തറയിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അത് സ്വപ്നം കാണാൻ പോലും ഒക്കുകയില്ല, കാരണം അവരത് കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകൾ വരെ. ഈ ചാണകം മെഴുകിയ തറയിൽ, ചെറിയ വീടാണെങ്കിലും ആ വീട്ടിൽ സന്ധ്യാസമയത്ത് എല്ലാ ദിവസവും കൃത്യമായി പ്രാർത്ഥിക്കാൻ കൃത്യമായ ഒരിടമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മണിമാളികകളിലും സൗധങ്ങളിലുമൊന്നും പ്രാർത്ഥനയ്ക്കായി പലപ്പോഴും കൃത്യമായ ഒരിടം നമുക്ക് കാണാൻ ഒക്കുകയില്ല. പക്ഷേ ഈ ഭവനങ്ങളിൽ അന്തിക്ക് തിരിതെളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അമ്മയും അപ്പനും മക്കളെ വിളിച്ചുകൊണ്ടിരുത്തി അമ്മ തലയിൽ തോർത്തുകൊണ്ട് ധരിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള അമ്മമാരുടെ തലയിലെ ഈരടയൻ തോർത്തുമുണ്ടെല്ലാം മാറി ഇന്ന് അവിടുത്തെ മക്കളുടെ തലയിൽ മഹത്വത്തിന്റെ കിരീടങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അമ്മമാർ കണ്ണുനീരോടെ ഒന്ന് കരയണം. അതും വെറുതെ കരഞ്ഞാൽ പോരാ, അനുഗ്രഹിക്കപ്പെട്ട അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരയണം. അങ്ങനെ ഈരഴയൻ തോർത്തുമുണ്ട് ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരയുന്ന ഒരു അനുഭവം നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആരാധനകളിൽ ഉണ്ടായാൽ, പ്രാർത്ഥന എന്ന വാക്കിനെ അർത്ഥം, പ്രാക് എന്നാൽ കിഴക്ക്, അർത്ഥന എന്നാൽ യാചന, പ്രാർത്ഥന എന്നാൽ കിഴക്കിന്റെ യാചന അഥവാ കിഴക്കോട്ടുള്ള യാചന. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കിഴക്കോട്ട് നോക്കി എല്ലാ ദിവസവും സന്ധ്യായാമങ്ങളിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ ആ കണ്ണുനീര് ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇത് നിന്നെ ഈ ലോകത്ത് സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്ന നിന്റെ ജീവന്റെ തുടിനാദമാ സഹോദര. അങ്ങനെ ഒരു കരച്ചിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കും. എവിടെയൊക്കെയോ അത് നഷ്ടമായി പോകുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യമെന്ന് നാം പറയുന്ന വാചകം യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളതാണ്. എവിടെയാ യേശു തമ്പുരാൻ കണ്ണുനീർ വാർത്തത്? നമുക്ക് നന്നായി അറിയാം. ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ സഹോദരിയായ മാർത്തയും മറിയയും വന്നിട്ട് തമ്പുരാനോട് പറയുകയാ, എൻ്റെ സഹോദരന്റെ ശരീരം ഇത് ചീഞ്ഞളിഞ്ഞു പോയി, കാരണം ദിവസങ്ങൾ ഏറെയായി, അതുകൊണ്ട് ഇനി കാര്യമൊന്നുമില്ല. പക്ഷേ യേശു തമ്പുരാൻ ലാസറുടെ കല്ലറയിൽ നിന്ന് ഒന്ന് കരഞ്ഞു. ഇവിടെ മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ കണ്ണുനീരെന്ന പദത്തിന് തത്തുല്യമായ മറ്റൊരു പദമാണ് നൽകിയിരിക്കുന്നത്. ആ പദം ഇങ്ങനെയാണ്, എക്രൂസേൻ. അതിന്റെ അർത്ഥമാണ് നമ്മെ സംബന്ധിച്ച് ഈ രാത്രിക്ക് പ്രസക്തി. എക്രൂസേൻ എന്ന വാക്കിന്റെ അർത്ഥം കണ്ണുനീർ തുള്ളികൾ കവിൾത്തടങ്ങളിലൂടെ ധാരധാരയായി ഒഴുക്കുക. കണ്ണുനീർ തുള്ളികൾ കവിൾത്തടങ്ങളിലൂടെ ധാരധാരയായി ഒഴുക്കുക. അങ്ങനെയാണെങ്കിൽ യേശു ലാസറിന്റെ കല്ലറയിൽ നിന്ന് കണ്ണുനീർ വാർത്തു എന്ന വേദവാക്യത്തിന് അല്പം ഭാഷാന്തരം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്ന് അവന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കി. യേശു ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് അവന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കി. തൊട്ടടുത്ത നിമിഷം ലാസറിന്റെ കല്ലറയുടെ മുൻപിലിരുന്ന ശില നീങ്ങി ജീവനുള്ളവനായി ലാസർ പുറത്തേക്ക് വന്നു. ഇന്ന് ഞാനും നിങ്ങളും അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. എവിടെ ചെന്നാൽ ഒരു അത്ഭുതം കാണാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ പോയാൽ ഒരു അത്ഭുതം നടക്കും. പക്ഷേ എങ്ങോട്ടും നീ പോകണ്ട. മറിച്ച് യേശു തമ്പുരാൻ ലാസറിന്റെ കല്ലറയിൽ നിന്ന് അവന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിയതുപോലെ നീ ഒന്ന് ഒഴുക്കാൻ തയ്യാറായാൽ സഹോദര സഹോദരി, ഏത് മല പോലുള്ള ശിലയും
നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. നിന്റെ ജീവിതത്തിലെ ഏത് ചീഞ്ഞളിഞ്ഞ മൃതപ്രായമായ അവസ്ഥയും ദൈവസന്നിധിയിൽ നിരന്തരമായി നിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കാൻ നീ തയ്യാറായാൽ മാറിക്കിട്ടും. അതുകൊണ്ട് യേശു തമ്പുരാൻ കണ്ണുനീരൊഴുക്കിയതുപോലെ ദൈവസന്നിധിയിൽ തൻ്റെ കവിൾത്തടങ്ങളിലൂടെ ലാസറിന്റെ കല്ലറയിൽ നിന്നൊഴുക്കിയതുപോലെ നമുക്കും ദൈവസന്നിധിയിൽ ഒന്നൊഴുക്കാനാകണം. അതുകൊണ്ടാകാം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിനവയിലെ വിശുദ്ധനായ ഇസഹാക്ക് പറയുന്നുണ്ട്, എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ കരയാത്ത വ്യക്തി. എന്നിട്ട് അദ്ദേഹം ഒരു ബ്രാക്കറ്റിനകത്തൊരു വാചകം ചേർക്കുന്നു, എല്ലാ മണിക്കൂറുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. നിന്റെ ആത്മാവിനെ മാത്രമല്ല ശരീരത്തെ കൂടെ നശിപ്പിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ കരയാത്ത വ്യക്തി എല്ലാ മണിക്കൂറുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അവൻ ദൈവസന്നിധിയിൽ ആത്മാവിനെ മാത്രമല്ല നിന്റെ ശരീരത്തെ കൂടെ നശിപ്പിക്കുന്നു. ആത്മാവിനെ മാത്രമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് പൗരസ്ത്യ വേദശാസ്ത്ര ദർശനങ്ങളുടെ കാമ്പാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് ആത്മാവിനെ മാത്രമല്ല നിന്റെ ശരീരത്തെ കൂടെ നശിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും കരയാത്തയാൾ. ഇത് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് 20-ാം നൂറ്റാണ്ട് വരെ എടുത്തുവെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ ഇസ്ഹാക്ക് ഇത് അന്നേ പറയുകയുണ്ടായി, നീ ദൈവസന്നിധിയിൽ കരഞ്ഞില്ലെങ്കിൽ നിന്റെ ശരീരത്തെ നശിപ്പിക്കുകയാ, നീ തീവ്രമായ രോഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാ, നിനക്ക് നിന്റെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി ആർജിച്ചെടുക്കാൻ ഒക്കുകയില്ല. പക്ഷേ ഇത് ശാസ്ത്രം തെളിയിച്ചത് സഹോദരങ്ങളെ 20-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ അതേ സ്ഥാനത്ത് കണ്ണുനീരിന് തത്തുല്യമായി വേദപുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷയിൽ മറ്റൊരു പദം കൂടെയുണ്ട്. അതിങ്ങനെയാണ് എക്ലൗസൻ. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, മാറത്തടിച്ച് നിലവിളിക്കുക. സന്തോഷത്തിന്റെ കണ്ണുനീര് വേറെ, സന്താപത്തിന്റെ കണ്ണുനീര് വേറെ, പ്രാർത്ഥനയുടെ കണ്ണുനീര് വേറെ. ഇങ്ങനെ കണ്ണുനീർ വ്യത്യസ്ത തലങ്ങളിലാണ് സഹോദരങ്ങളെ. പക്ഷേ ആ കണ്ണുനീരിനുള്ളിൽ തന്നെ നിന്റെ മുഖത്തുകൂടെ കവിൾത്തടങ്ങളിലൂടെ നീ ധാരധാരയായി ഒഴുക്കുന്ന കണ്ണുനീരുണ്ട്, മറുവശത്ത് മാറത്തടിച്ച് നിലവിളിക്കുന്ന കണ്ണുനീരുമുണ്ട്. ദൈവസന്നിധിയിൽ യേശു തമ്പുരാൻ ലാസറിന്റെ കല്ലറയിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുക്കിയതുപോലെ ദൈനംദിനം മാതാപിതാക്കളും മക്കളും ചേർന്നിരുന്ന് സഹോദരങ്ങളെ ഒഴുക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മാറത്തടിച്ച് നിലവിളിക്കേണ്ടി വരും. പക്ഷേ ഇന്ന് ഒരമ്മയും തൻ്റെ കുഞ്ഞിനെ കരയിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരമ്മ കരഞ്ഞാൽ ആ കരച്ചിൽ കണ്ട ഒരു ശിശു തീർച്ചയായും ദൈവസന്നിധിയിലോ മനുഷ്യരുടെ മുൻപിലോ എവിടെയാണെങ്കിലും ആ കുഞ്ഞ് കരഞ്ഞിരിക്കും. പക്ഷെ അതിൻ്റെ പിതാവ് കരഞ്ഞാൽ ഒരുപക്ഷെ ആ കുഞ്ഞ് കരഞ്ഞൊന്നും വരികയില്ല. പക്ഷെ അമ്മ കരഞ്ഞാൽ ഈ കുഞ്ഞ് കരഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ അമ്മമാർ കരയുന്നതായി കുഞ്ഞുങ്ങൾ കണ്ടാൽ അമ്മയോട് ചേർന്നിരുന്ന് എല്ലാ ദിവസവും ഈ കുഞ്ഞും കരയും. അങ്ങനെ ആ കുഞ്ഞു കരഞ്ഞാൽ നാളെ നിങ്ങൾ കരഞ്ഞില്ലെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ശീലമായി അത് മാറും. കുഞ്ഞ് ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങും. പക്ഷേ ഇന്നത്തെ പല കുഞ്ഞുങ്ങളെയും കരയാൻ പോലും അഥവാ പ്രാർത്ഥിക്കാൻ പോലും ഒന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഓട്ടോമാറ്റിക് റൈഫിളുകളിൽ നിന്ന് ഉയരുന്ന വെടിയുണ്ടകൾക്ക് പിന്നാലെ, അനിമേറ്റഡ് ക്യാരക്ടേഴ്സിന്റെ പിന്നാലെ, മുൻപിലിരിക്കുന്ന ലാപ്ടോപ്പിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും മൊബൈലിലൂടെയും ഇന്ന് കുഞ്ഞുങ്ങൾ പറന്നു പോകുകയാണ്. ഈ സമയത്ത് ഈ കുഞ്ഞിനെ ഒന്ന് ചെന്ന് വിളിച്ചാൽ അവന്റെ മുഖഭാവം, അവളുടെ മുഖഭാവം എത്ര ഭീകരമാണെന്ന് നമുക്കറിയാനാകും. ഈ കുഞ്ഞ് ഓരോ അക്രമവും കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അക്രമവാസന വളർത്തിക്കൊണ്ട് വരികയാ. മാതാപിതാക്കൾ ഇതറിയുന്നില്ല. മാതാപിതാക്കൾ പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ കുഞ്ഞ് കളിക്കുകയാണ്. പക്ഷേ കരയേണ്ട സമയത്ത് നിന്റെ കുഞ്ഞ് കളിക്കുമ്പോൾ എന്താണ് നിന്റെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ മാതാപിതാക്കൾ പലപ്പോഴും പമ്പര വിഡ്ഢികളാ സഹോദരങ്ങളെ.
കുഞ്ഞിന് ആവശ്യമുള്ളത് ഇല്ലാത്തതും എല്ലാം മേടിച്ചു കൊടുക്കും. സ്വസ്ഥമായി ശാന്തമായി മാതാവും പിതാവും രാത്രിയിൽ മുറിക്കകത്ത് ഉറങ്ങാൻ കയറും. അവർക്ക് ബലമായൊരു വിശ്വാസമുണ്ട്, തൻ്റെ മകൻ മകൾ അപ്പുറത്തെ മുറിയിൽ സുരക്ഷിതയായി ഉറങ്ങുന്നുണ്ട്. പക്ഷേ ശുദ്ധ അബദ്ധമാ സഹോദരങ്ങളെ. നിങ്ങൾ തന്നെ മേടിച്ചു കൊടുത്ത മുൻപിലിരിക്കുന്ന ലാപ്ടോപ്പിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും മൊബൈലിലൂടെയും സ്കൈപ്പിലൂടെയും യാഹൂ മെസഞ്ചറിലൂടെയും പറന്നിറങ്ങേണ്ടവനും പറന്നിറങ്ങേണ്ടവളും തരംഗമായി നിങ്ങളുടെ മകളുടെ മുൻപിൽ മകന്റെ മുൻപിൽ പറന്നിറങ്ങുന്നുണ്ട്, അവർ സല്ലപിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു സ്വസ്ഥമായി ശാന്തമായി മകൾ ഉറങ്ങുകയാണ്. അവിടെ മറുവശത്ത് നിങ്ങളും സ്വസ്ഥമായി ഉറങ്ങുകയാണ്. പക്ഷേ തിരിച്ചറിഞ്ഞുകൊള്ളുക, മകളോ മകനോ ഉറങ്ങുകയല്ല ഈ രാത്രിയുടെ യാമങ്ങളിൽ. മറുവശത്ത് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം ഒന്ന് നൂഡിൽസാണ്. ശാസ്ത്രം പറയുന്നു, ഒരു കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഘടനയനുസരിച്ച് അതിൻ്റെ സ്വഭാവം രൂപപ്പെടുമെന്ന്. ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഘടനയനുസരിച്ച് അതിൻ്റെ സ്വഭാവം രൂപപ്പെടുമെങ്കിൽ നൂഡിൽസ് കണ്ടാൽ തന്നെ ഒരുമാതിരി നാടവര പോലിരിക്കുക, പിടിച്ചാൽ കയ്യെ നിൽക്കുകയല്ല. ഇന്നത്തെ ഭവനത്തിലെ പല മക്കളും ഇതുപോലെ നാടവരയുടെ സ്വഭാവം. അപ്പനും അമ്മയ്ക്കും പോലും ഒന്ന് പിടിക്കാൻ ഒക്കുന്നില്ല സഹോദരങ്ങളെ. ഇവർ പലപ്പോഴും പരാതി പറയുകയാ, എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. കാരണം മുറിക്കകത്ത് കയറിയിരിക്കുകയാ. ഇന്നലെ വായിച്ചൊരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അവഗണിക്കുകയാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞ് ആവശ്യപ്പെടുന്ന സാധനം നിങ്ങൾ മേടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ കുഞ്ഞ് അതുമായി അവൻ്റെ ലോകത്തേക്ക് പോവുകയാണ്. പിന്നെ നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. പിന്നീട് വരുന്നത് അടുത്ത സാധനം മേടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മകനും മകളും അവരവരുടെ ലോകത്തേക്ക് മാറിക്കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാലഘട്ടത്തിന്റെ അനിവാര്യതയ്ക്കനുസരിച്ച് ആവശ്യമായത് വാങ്ങിക്കൊടുക്കണം. പക്ഷേ ഇതുപോലെ മക്കളെ അവഗണിക്കുന്ന സംസ്കാരത്തിലേക്ക് നിങ്ങളുടെ വാങ്ങിക്കൊടുക്കലുകൾ മാറരുത്. മറിച്ച് ആ സമയത്ത് ദൈവസന്നിധിയിൽ മക്കളുമായി ചേർന്നിരുന്ന് ഈരടയൻ തോർത്തുമുണ്ട് തലയിൽ ധരിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാർ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടാകണം. ഇത് ഉണ്ടായിരുന്നു എന്നൊരു തിരിച്ചറിവ്. ഇനി അഥവാ ഉണ്ടായില്ലെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ ദൈനംദിനം നിങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ കവിൾത്തടങ്ങളിലൂടെ ധാരധാരയായി ഒഴുക്കിയില്ലെങ്കിൽ യാതൊരു തർക്കമില്ല, നാളെ മാറത്തടിച്ച് നിലവിളിക്കേണ്ടി വരും. അതിന് യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കണം. അത് കവിൾത്തടങ്ങളിലൂടെ ധാരധാരയായി എല്ലാ ദിവസവും ഒഴുക്കണം. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിഷാംശങ്ങളെ പുറത്തേക്ക് കളയണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ധാരധാരയായി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി കണ്ണുനീരിലൂടെ വളരാൻ ഒക്കുന്ന ഒരനുഭവം നമ്മുടെ നസ്രാണി സമൂഹത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് അനിവാര്യതയാണ്. അതുകൊണ്ട് ആദ്യത്തെ ആശയം ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ, കണ്ണുനീരിൽ വളരുക. രണ്ടാമത്, നിലത്ത് വീഴുന്ന വിത്ത്. ചുറ്റുപാടിലുള്ള ജലാംശങ്ങളെ ആഗിരണം ചെയ്ത് വികസിച്ചതിന് ശേഷം മുള പൊട്ടുന്നതിന് തൊട്ടു മുൻപേ അതിൻ്റെ പുറന്തോട് പൊട്ടിപ്പോവും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്രേക്കിംഗ് ഔട്ട് ഓഫ് ദ എൻവലപ്സ് എന്ന് പറയും. ബ്രേക്കിംഗ് ഔട്ട് ഓഫ് ദ എൻവലപ്സ്. അതിൻ്റെ പുറന്തോട് പൊട്ടിപ്പോകും. പുറന്തോട് പൊട്ടിപ്പോകുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ തലമുറയുടെ മുള പൊട്ടുന്നത്. അഥവാ സമർത്ഥമായ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഈ വിത്തിൽ നിന്നുണ്ടാകുന്നത് ഇതിന്റെ പുറന്തോട് പൊട്ടിപ്പോകുമ്പോഴാണെങ്കിൽ സഹോദരങ്ങളെ, ഇതുപോലെ ചില എൻവലപ്സിനുള്ളിലാണ്, ചില കവറിങ്ങിനുള്ളിലാണ്, ചില പോളിഷ്ഡ് ലൈഫിനുള്ളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പുറന്തോടുകളെ നാം ഒന്ന് മാറ്റിയെറിയണം, ഒന്ന് പൊളിച്ചെഴുതണം. അഥവാ നാട്യങ്ങളുടെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, നാട്യങ്ങളെ അവഗണിക്കണം. നാട്യം എന്ന പദത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ രണ്ട് പദം. ഒന്ന് പ്രിറ്റൻഷൻ, ഇറ്റ് ഈസ് എ നെഗറ്റീവ് വേർഡ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആക്ഷൻ, ദാറ്റ് ഈസ് എ പോസിറ്റീവ് വേർഡ്. ഇത് സർഗാത്മകതയെ സൂചിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ട്
നമുക്ക് അഭിനയങ്ങളല്ല, നാട്യങ്ങളല്ല വേണ്ടത്, മറിച്ച് ക്രിയേറ്റീവ് മൈൻഡാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ തലത്തിൽ പലപ്പോഴും ഞാനും നിങ്ങളുമില്ല. നമുക്കൊക്കെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ്. ദേവാലയത്തിൽ ഒരു മുഖം, വൈദികനെ കാണുമ്പോൾ ഒരു മുഖം, വൈദികനെ കണ്ടു കഴിഞ്ഞിട്ട് വേറൊരു മുഖം, ഭവനത്തിൽ വേറൊരു മുഖം, ഇങ്ങനെ വ്യത്യസ്ത മുഖഭാവങ്ങളില്ല ഏറെ മുഖം മൂടി ധരിച്ചുകൊണ്ട് നാം ജീവിക്കുന്നത്. ഗ്രീക്ക് നാടകങ്ങളിൽ അവിടുത്തെ കേന്ദ്ര കഥാപാത്രങ്ങൾ മുഖത്ത് മുഖംമൂടി അണിയുമായിരുന്നു. ആ മുഖംമൂടിയെ വിളിച്ചിരുന്ന പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും, പേഴ്സണ എന്നാണ്. ആ മുഖംമൂടി അഥവാ പേഴ്സണ എന്ന വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ഈ വാക്ക് അനുയോജ്യമായ തരത്തില ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഏറെ മുഖംമൂടികളാണ് നമുക്കുള്ളത്. ഒന്നോ രണ്ടോ ഒന്നും അല്ല, ഒരുപാട് നാട്യങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ഡോക്ടർ PM മാത്യു വെല്ലൂർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ കൃത്യനിഷ്ഠയുള്ള സമൂഹം ഇസ്ലാം സമൂഹമാണ് എന്ന്. അതിനോട് ഞാൻ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇതാണ്, ഇസ്ലാം സഹോദരങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരമുണ്ട്. ലൊഹർ, അസർ, മഗ്രിബ്, ഇഷ എന്ന് പറഞ്ഞ് 5 നേരത്തെ നിസ്കാരമുണ്ട്. ഈ 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾ, അവൻ ലോകത്ത് ഏത് ഭാഗത്തായാലും അവൻ കൃത്യമായി ആ സമയത്ത് നിസ്കരിച്ചിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മളിൽ എത്ര പേരുണ്ട് ഇങ്ങനെ? വൈദികര് രാവിലെ തിയോപോ ശുശ്രൂഷ പൂർത്തിയാക്കിയിട്ട് പലപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം വിശുദ്ധ കുർബാന തുടങ്ങാൻ പള്ളിയിൽ ആരുമില്ല. പക്ഷെ കൃത്യമായി ആരാധിക്കുന്ന ഒരാളിന് യാതൊരു നാട്യങ്ങളുമില്ലാതെ, മുഖം മൂടിയില്ലാതെ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ഒരാളിന് അയാളുടെ ജീവിതത്തിൽ ആധ്യാത്മികമായി മാത്രമല്ല അവന്റെ ക്യാരക്ടർ ഫോർമേഷനിലും ഈ ആരാധന അവനെ സഹായിക്കുമെന്ന മനഃശാസ്ത്രം പറയുന്നത്. പക്ഷേ നാം പലപ്പോഴും അതിൽ നേരെ പിന്നിലാണ്. നമ്മുടെ ഭക്തി പലപ്പോഴും നാട്യങ്ങളല്ല സഹോദരങ്ങളെ. ഭക്തി എന്ന വാക്കുണ്ടായത് ഭജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ്. ഭജ് എന്ന വാക്കിന്റെ അർത്ഥം പേഴ്സണൽ റിലേഷൻ ടു ഗോഡ്, ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം. നീ നിന്റെ പിതാവിനോട് ചിലത് ചോദിച്ചു മേടിക്കുന്നത് പോലെ, നീ നിന്റെ അമ്മയുടെ മുൻപിൽ സങ്കടപ്പെടുന്നത് പോലെ ദൈവസന്നിധിയിൽ ചിലത് ചോദിച്ചു മേടിക്കണം, ദൈവസന്നിധിയിൽ ഒന്ന് കരയണം. അങ്ങനെ ഒരു പിതൃപുത്ര ബന്ധം, ഒരു മാതൃപുത്ര ബന്ധം, ഈ ബന്ധം ദൈവത്തോട് നമുക്ക് സ്ഥാപിക്കാനാകണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ആരാധനകളിൽ മുഖം മൂടിയില്ലാത്തത്. ഒരിക്കൽ നമ്മുടെ ഒരു ദേവാലയത്തിൽ വിവാഹ ശുശ്രൂഷ നടക്കുകയാണ്. വിവാഹ ശുശ്രൂഷ നടക്കെ ഒരു ഹൈന്ദവ സഹോദരൻ പടിഞ്ഞാറേ വശത്ത് നിന്നുകൊണ്ട് മിന്നുകെട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പുരോഹിതൻ വന്ന വധുവിന്റെയും വരന്റെയും കൈ ചേർത്ത് പരസ്പരം പിടിപ്പിക്കുന്ന രംഗമായപ്പോൾ അടുത്തുനിന്ന് ഓർത്തഡോക്സുകാരനായ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല, ഞങ്ങളുടെ മതത്തിലും ഉണ്ട്, സാധാരണ താലി ചാർത്തി കഴിഞ്ഞാൽ ചുമതലപ്പെട്ടയാൾ വന്ന് വരന്റെയും വധുവിന്റെയും കൈ ചേർത്ത് പരസ്പരം പിടിപ്പിക്കും. അവർ പിന്നീട് മണ്ഡപത്തിന് ചുറ്റുമൊന്നും നടക്കുന്ന പതിവുണ്ട്. ഇവിടെയും ദേ മിന്നുകെട്ടിക്കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് ഇവരുടെ രണ്ടുപേരുടെയും കൈ ചേർത്ത് പിടിപ്പിക്കുന്നു. ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് മിന്നുകെട്ടിനല്ലേ പ്രാധാന്യം, പിന്നെ എന്തേ ഇങ്ങനെ? അടുത്ത് നിന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇവിടെ താൻ എന്തൊരു മണ്ടനാ. അദ്ദേഹം ചോദിച്ചു, അതെന്താ കാര്യം? താൻ TV-യിൽ കണ്ടിട്ടില്ലേ, ഈ ഗുസ്തിയും റസലിങ്ങും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ റഫറി വന്ന് പരസ്പരം രണ്ടുപേരുടെയും കൈ ചേർത്ത് പിടിപ്പിക്കുന്നത്? അതുപോലെ ഇവിടെയും ഒരു ഗുസ്തി തുടങ്ങാൻ പോവുക. ഈ ഗുസ്തി തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ റഫറിയായിട്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനി ആജീവനാന്തം ഈ അച്ഛൻ അല്ലെങ്കിൽ വേറൊരു അച്ഛൻ റഫറിയായി നിന്നെ മതിയാകും, അത് വേറെ വിഷയം. പക്ഷെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇങ്ങനെ ചില മുഖംമൂടികളല്ലേ പലപ്പോഴും ഉള്ളത്.
ദേവാലയങ്ങളിൽ, ആരാധനാലയങ്ങളിൽ, പൊതുവേദികളിൽ നാം കാണുന്ന അഥവാ അഭിനയിക്കുന്ന കുടുംബജീവിതത്തിന്റെ ആഴമായ ബന്ധം എന്റെയും നിങ്ങളുടെയും ഭവനങ്ങൾക്കുള്ളിൽ, നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? എനിക്ക് തോന്നുന്നു ലോകത്ത് ഇനി കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഉപകരണങ്ങളിൽ രണ്ടെണ്ണം, ഒരുപാടുണ്ടാകാം, എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ടെണ്ണങ്ങളിൽ ഒന്ന്, ഒരു മനുഷ്യന്റെ മരണത്തെ തടഞ്ഞു നിർത്താനൊക്കുന്ന ഒരു ഉപകരണം. അത് ലോകത്ത് ഇന്നുവരെയും ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ശാസ്ത്രം പറയുന്നു, നാനോ ടെക്നോളജിയുടെ വികാസം വന്നു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു നിശ്ചിത സമയത്തേക്ക് എഴുന്നേറ്റിരുത്തി സംസാരിപ്പിക്കാൻ ഒക്കുന്ന ടെക്നോളജി വരാൻ പോകുന്നുവെന്ന്. പക്ഷെ എന്നിരുന്നാൽ പോലും, അത് ഉടനെയൊന്നും വരുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഇനി അങ്ങനെ ഒന്നുണ്ടായാൽ പോലും ഒരു മനുഷ്യന്റെ മരണത്തെ തടഞ്ഞു നിർത്താൻ ഒക്കുന്ന ഒരു ഉപകരണം ലോകത്ത് കണ്ടുപിടിക്കാൻ തമ്പുരാൻ ഒരു മനുഷ്യനും ബുദ്ധി കൊടുക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനെ ഒന്നുണ്ടായാൽ പിന്നെ തമ്പുരാനില്ല. രണ്ടാമത്തേത്, ഒരു മനുഷ്യന്റെ മനസ്സ് മറ്റൊരാൾക്ക് ഒരു TV സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാനൊക്കുന്ന ഒരു ഉപകരണം. പോളിഗ്രാഫ് ടെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ വാതിൽപ്പടിയിൽ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സ് മറ്റൊരാൾക്ക് കാണാനൊക്കുന്ന ഒരു ഉപകരണം, അത് ലോകത്ത് ഇന്നുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ കണ്ടുപിടിച്ചാൽ എനിക്കുറപ്പാണ്, ഈ കൺവെൻഷൻ കേട്ടിട്ട് പോകുന്ന ഒരു പുരുഷന്റെയും വീട്ടിൽ തിരികെ ചെല്ലുമ്പോൾ ഭാര്യ കാണുകയല്ല, ഭാര്യ അവരുടെ വീട്ടിൽ പോകും. യാതൊരു തർക്കവുമില്ല. കാരണം സ്വസ്ഥമായിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ ഒക്കുകയില്ല. അവരവിടെ ഇരിക്കുമ്പോൾ ഇവിടെ കൺവെൻഷൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന തോമാച്ചാന്റെ മനസ്സ് TV സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഒരു ദിവസം ശരാശരി 60,000 ചിന്തകൾ കടന്നു പോകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഒരു ദിവസം ശരാശരി 60,000 ചിന്തകൾ കടന്നു പോകുന്നുവെങ്കിൽ സഹോദര, നിനക്ക് ദൈവത്തെക്കുറിച്ച്, നിന്റെ ഭാര്യയെക്കുറിച്ച്, നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് എത്ര ചിത്രം കാണാനാകും അതിനുള്ളിൽ? അതുകൊണ്ടാകാം ഒരു പക്ഷേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഭാരതീയർ ഭാര്യ ഒഴിച്ചുള്ള സ്ത്രീകളെ അമ്മയായി കാണുന്നു, വിദേശീയർ അമ്മയൊഴിച്ചുള്ള സ്ത്രീകളെ ഭാര്യയായി കാണുന്നു. ഇതേതാണ്ട് 150 വർഷം മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് കാലം മാറി, വിദേശികൾ പഠിക്കാൻ തുടങ്ങി. അവർ ഭാര്യ ഒഴിച്ചുള്ള എല്ലാ സ്ത്രീകളെയും അമ്മയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഭാരതീയർ അമ്മ ഒഴിച്ചെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. അമ്മയെ പോലും ഭാര്യയായി കാണാൻ യാതൊരു മടിയുമില്ലാത്ത സംസ്കാരത്തിന്റെ ഗതികേടിന്റെ അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, എവിടെയാണ് നമുക്ക് മുഖം മൂടിയില്ലാത്തത്? എവിടെയാണ് നമുക്ക് നാട്യങ്ങളില്ലാത്തത്? അതുകൊണ്ട് ഈ പുറന്തോടുകളെ, ഈ നാട്യങ്ങളെ നാം ഒന്ന് പൊളിച്ചെഴുതിയേ മതിയാകൂ. OV വിജയൻ അദ്ദേഹത്തിന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. അതിലെ കഥാപാത്രങ്ങളിൽ പ്രധാനിയായ പത്രാധിപർ എന്ന കഥാപാത്രത്തെ കൊണ്ട് പറയിക്കുന്നു, എൻ്റെ ഭാര്യ ചെറുപ്പത്തിലെ മരിച്ചത് എത്ര നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുവെന്ന് വരുത്താൻ വേണ്ടി എന്തോരം കള്ളങ്ങൾ പറയേണ്ടി വരുമായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്, ഈ അച്ഛൻ ഇവിടെ വന്നു നിന്നിട്ട് എന്തോ ഈ പറയുന്നേ, ഞങ്ങളെല്ലാവരും മരിക്കണമെന്നാണോ? അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാചകം ഇതാണ്, എൻ്റെ ഭാര്യ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് വരുത്താൻ വേണ്ടി എന്തോരം കള്ളങ്ങൾ പറയേണ്ടി വരുമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നാളുകൾ ഏറുംതോറും സ്നേഹമുണ്ടെന്ന് നടിക്കാൻ വേണ്ടി, സ്നേഹമുണ്ടെന്ന് വരുത്താൻ വേണ്ടി നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നാം എന്തോരം അഭിനയങ്ങളെ സഹോദരങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വന്ന കാലത്ത് നസ്രാണി ക്രിസ്ത്യാനി ഇസ്രായേൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആക്ഷേപമാണ്. ആരെങ്കിലും പോയിട്ടുള്ളവരുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. പക്ഷേ പ്രത്യേകിച്ച് തിരുവനന്തപുരം പട്ടണത്തിൽ അവിടുന്ന് ഒരാൾ ഇസ്രായേലിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത ക്ഷീണമാണ്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിന്ന് ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഇസ്രായേലിൽ പോയി. പോയതിന്റെ 2-ാം ദിവസം അമ്മച്ചി മരിച്ചുപോയി. ആകെ കുഴപ്പമായി. ടൂർ പാക്കേജ് എല്ലാം മുടങ്ങി. ഏകദേശം 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്നതാ. ഈ അപ്പച്ചനും അമ്മച്ചിയും മാത്രമല്ല, അവരുടെ കുടുംബത്തിലുള്ള ഏതാണ്ട് 40ഓളം പേരുണ്ട് ആ കൂട്ടത്തിൽ. എന്താ വഴി?
ഈ 40ഓളം പേരടങ്ങുന്ന സംഘം അപ്പച്ചനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാര്യയെ ഇവിടെ അടക്കുക, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞു, പറ്റുകയില്ല, എനിക്ക് എൻ്റെ ഭാര്യയെ നാട്ടിൽ കൊണ്ടുപോയി അടക്കണം. ഇത് നടക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവർ അടുത്ത നമ്പർ പ്രയോഗിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇവിടെ അടക്കുകയാണെങ്കിൽ ഏതാണ്ട് $150, $6,000-നും 7,000-നും ഇടയ്ക്ക് വരുന്ന തുക, അത്ര മാത്രമേ നിനക്കാകുകയുള്ളൂ. പക്ഷെ നാട്ടിൽ കൊണ്ടുപോയാൽ ഏതാണ്ട് 2 ലക്ഷം രൂപയിൽ അധികം ചിലവ് വരും. അപ്പച്ചൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഭാര്യയെ അടക്കാൻ 2 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ആയാലും ഞാൻ അടക്കും, അത് നാട്ടിൽ കൊണ്ടുപോയി അടക്കും. ഒടുവിൽ ഏറ്റവും അവസാനത്തെ അടവ് ഈ സഹോദരങ്ങൾ പ്രയോഗിച്ചു. അവർ പറഞ്ഞു, നമ്മുടെ യേശു തമ്പുരാൻ മരിച്ച് അടക്കപ്പെട്ട പുനരുദ്ധാനം ചെയ്ത മണ്ണായത്, അതുകൊണ്ട് അവളെ ഇവിടെ അടക്കുന്നതാ നല്ലത്. അപ്പച്ചൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ അടക്കണ്ടെന്ന്. കാരണം അങ്ങേര് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇവള് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റാൽ എൻ്റെ കാര്യം കഷ്ടമാകും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിൽ, ദാമ്പത്യ ജീവിതങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ പ്രായമേറും തോറും സ്നേഹമുണ്ട് എന്ന ഒരു സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ ഇന്ന് ആദ്യ നാളുകൾ മുതൽ അവസാന നാളുകൾ വരെ ജീവിതം മുഴുവനും അഭിനയമാണ്, നാട്യമാണ്. സഹോദരങ്ങളെ, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. E=mc² എന്ന ഇക്വേഷൻ കണ്ടുപിടിച്ച് ലോകത്തിന് മുൻപിൽ എനർജി എന്താണെന്ന് കാണിച്ചു കൊടുത്ത ശാസ്ത്രജ്ഞൻ. പക്ഷെ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോൾ പറഞ്ഞ വാചകം ഇതാണ്, ഞാനിനി ഭൂമിയിൽ സമാധാനം അനുഭവിക്കാൻ പോവുകയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഭാര്യമാർ കുഴപ്പക്കാരാണ് എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ ആരും ധരിക്കരുത്. പക്ഷേ ലോകം കണ്ടെത്തിയ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ മനുഷ്യൻ പോലും തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത്, തൻ്റെ ഭാര്യയുടെ മരണശേഷം ഇനി ഞാൻ ഭൂമിയിൽ സമാധാനം അനുഭവിക്കാൻ പോകുന്നു. എന്താ സഹോദരങ്ങൾ ഇതിന്റെ അർത്ഥം? ഈ മനുഷ്യന് പോലും തൻ്റെ കുടുംബജീവിതം ഭംഗിയായി, സ്വസ്ഥമായി, ശാന്തമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു പോളിഷ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥമായും ശാന്തമായും കൊണ്ടുപോകാൻ ഒക്കുകയില്ല. സമൂഹത്തിൽ വലിയ ആളായിരിക്കാം, രാഷ്ട്രീയ നേതാവായിരിക്കാം, ഒരുപക്ഷെ വൈദികനായിരിക്കാം. ഞങ്ങൾ വൈദികരെ കൂടെ ചേർത്താ പറയുന്നത്, ഏത് നിലയിലുള്ളവരാണെങ്കിലും ഈ ഒരു പോളിഷ്ഡ് സ്റ്റേജ് പുറമെ മാത്രമേ ഉള്ളൂ. അകമേ കുടുംബാന്തരീക്ഷങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സഹോദരങ്ങളെ, അവിടെയൊക്കെ പലപ്പോഴും അഭിനയമാണ്, നാട്യങ്ങളാണ്. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിതകൾ പോലെയും ഇരിക്കും എന്ന വചനമൊക്കെ എന്നേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറെ മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഒരു തിരിച്ചുവരവ് ഇവിടെ നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ. നമ്മളൊക്കെ പറയും, എൻ്റെ മനസ്സ് വളരെ തുറന്നതാണ്, ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല. ഇവിടെ ഈ സ്കൂളിൻ്റെ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കാവും ഭാഗത്തേക്ക് പോകാൻ ഒരു ബസ്സിന് കൈ കാണിച്ചു. ആ ബസ് നിർത്തിയില്ല. ആ ഡ്രൈവറോട് എനിക്ക് വല്ലാത്ത അമർഷം തോന്നി. അത് കഴിഞ്ഞ് അടുത്ത ബസ് വന്നു, ആ ബസ്സിന് ഞാൻ കൈ കാണിച്ചു. ആ ബസ് ഒരു 50 മീറ്റർ മുൻപോട്ട് മാറ്റിയാണ് നിർത്തിയത്. നിർത്തിയെങ്കിലും ഈ കുപ്പായവും താങ്ങിപ്പിടിച്ചുകൊണ്ട് എനിക്ക് 50 മീറ്റർ ഓടേണ്ടി വന്നതിൻ്റെ ദേഷ്യം എനിക്ക് ആ ഡ്രൈവറോടും തോന്നി. ഒടുവിൽ ഞാൻ ഓടിച്ചെന്ന് ബസ്സിൻ്റെ ഫുട്ബോർഡിൽ കയറാൻ തുടങ്ങിയപ്പോൾ ആ ബസ്സിൻ്റെ ക്ലീനർ ബെല്ലടിച്ചു. ഞാൻ താഴെ വീഴാൻ തുടങ്ങി. എനിക്ക് ആ ക്ലീനറോടും വല്ലാത്ത അമർഷം തോന്നി. അതിനുശേഷം ഞാൻ കയറാൻ തുടങ്ങിയപ്പോൾ ഫുട്ബോർഡിൽ 2 ചെറുപ്പക്കാർ നിൽക്കുന്നു. ബസ് കയറുന്ന ചെറുപ്പക്കാർക്ക് എല്ലാം ഇഷ്ടം അവിടെ നിൽക്കാനാണ്. അവരൊരു വിധത്തിൽ എനിക്ക് വഴി തരികയല്ല. ആ 2 പേരോട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി, പക്ഷെ പറഞ്ഞില്ല. അകത്തേക്ക് കയറി ഒരു സീറ്റിൽ ഇരിക്കാൻ ഞാൻ ചെന്നതും ഒരു 14-15 വയസ്സുള്ള പെൺകുട്ടി ഓടി വന്ന സീറ്റിൽ ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി അതൊരു ക്രിസ്ത്യാനി കൊച്ചാണ്. കൂടുതലും അത് ഓർത്തഡോക്സുകാർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഒരു വൈദികനെ കണ്ടിട്ട് എഴുന്നേറ്റ് കൊടുക്കുന്ന സംസ്കാരം നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നില്ല. അതും കഴിഞ്ഞ് ഞാൻ ഒടുവിൽ കണ്ടക്ടറുടെ കയ്യിൽ ഒരു 100 രൂപ നോട്ടെടുത്ത് കൊടുത്തു. ആ
6 രൂപ ടിക്കറ്റിന് പകരം 100 രൂപ നോട്ട് കൊടുത്തപ്പോൾ കണ്ടക്ടർ എന്നെ തീവ്രമായി ഒന്ന് നോക്കി. ഞാനും അദ്ദേഹത്തെയും നോക്കി. അദ്ദേഹത്തിന് ചിലത് പറയണമെന്ന് തോന്നി, എനിക്കും ചിലത് പറയണമെന്ന് തോന്നി. പക്ഷെ വൈദികനായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ഞാൻ കാവും ഭാഗത്ത് ചെന്നിറങ്ങാൻ നേരത്ത് കണ്ടക്ടർ വേറൊരാളുടെ കൂടെ ബാലൻസ് എൻ്റെ കൈ നീട്ടിത്തന്നു. ഇത് രണ്ടും മേടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി ഉടനെ അദ്ദേഹം നിൽക്കുകയാണ്. എൻ്റെ ദിങ്ങത്താ, എൻ്റെ ദിങ്ങത്താ, എൻ്റെ ദിങ്ങത്താ. സഹോദരങ്ങളെ, അവിടെയും വല്ലാത്ത വിദ്വേഷം തോന്നി. ചുരുക്കത്തിൽ 6 രൂപ കൊടുത്ത് 6 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട സ്ഥാനത്ത് 16 പേരോട് വിദ്വേഷവും വെറുപ്പും അസഹിഷ്ണുതയും തോന്നുന്നതാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഇവിടെയൊക്കെ എനിക്ക് ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും പകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്യങ്ങളിൽ, അഭിനയങ്ങളിൽ നാം ജീവിക്കുകയാണ്. മുൻപൊക്കെ നമ്മുടെ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ നാം ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നത് വാതിൽ നിർമ്മിക്കുന്നതിനാണ്. വാതിൽ എന്ന വാക്കിന്റെ അർത്ഥം വാ ഇതിലേ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മതിൽ നിർമ്മിക്കുന്നതിനാണ്. മതിൽ എന്ന വാക്കിന്റെ അർത്ഥം മതി ഇതിലേ. നിന്റെ അപ്പനെ അമ്മയെ വാ ഇതിലെ എന്ന് വിളിച്ചിരുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ, നിന്റെ സഹോദരനെ ഇതിലേ വാ എന്ന് വിളിച്ചിരുന്ന സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ, ഇന്നത് മാറിയിരിക്കുന്നു. മുഖം മൂടികൾ മാത്രമായിരിക്കുന്നു. ഉള്ളുകൊണ്ട് നാം പറയുകയാ, നീ ഇതിലെ വരണ്ട. അതുകൊണ്ട് മതിലുകൾ കെട്ടി നമ്മുടെ ഭവനങ്ങൾ നാം അടയ്ക്കുകയാണ്. ഇത് അശാന്തി സൃഷ്ടിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ക്യൂരിയോസിറ്റി ചൊവ്വയിലിറങ്ങിയത് കൊണ്ട് ഗ്രഹങ്ങൾ തമ്മിലുള്ള സമയം കുറഞ്ഞു, അഥവാ അകലം കുറഞ്ഞു. സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ വരുന്നത് മുഖാന്തരമായി ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള, രാജ്യങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു. ഒടുവിൽ ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ മെട്രോ ട്രെയിൻ വരുന്നത് മുഖാന്തരമായി പട്ടണങ്ങൾ തമ്മിലുള്ള അകലവും കുറയുന്നു. പക്ഷേ എന്നിട്ടും എന്തേ ടെക്നോളജി ഇത്രയും വികസിച്ച് ഗ്രഹങ്ങളും തമ്മിലും, ഭൂഖണ്ഡങ്ങളും തമ്മിലും, രാജ്യങ്ങളും തമ്മിലും, പട്ടണങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടും എന്തേ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നോട് ചേർന്ന് പുറത്തു വന്ന നീയും നിന്റെ സഹോദരനും തമ്മിലുള്ള അകലം ഇന്നും കുറയാതെ നിൽക്കുന്നു? അവിടെ നാം അഭിനയിക്കുകയാണ്. സഹോദരനോട് അടുപ്പമുണ്ടെന്ന്, സഹോദരിയോട് അടുപ്പമുണ്ടെന്ന്, ദേവാലയത്തോട് അടുപ്പമുണ്ടെന്ന്, ആരാധനയോട് അടുപ്പമുണ്ടെന്ന് നാം അഭിനയിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ അഭിനയിച്ച ഒരാളിനെ നമുക്കറിയാം, ബിലെയാം. ഇസ്രായേൽ ജനം മോവാബിലൂടെ കടന്നു പോകുമ്പോൾ ബാലാക്കിനൊരാഗ്രഹം, ഈ ഇസ്രായേൽ ജനത്തെ ഒരു ദൈവപുരുഷനെ കൊണ്ട് ശപിപ്പിക്കണം. പക്ഷേ അതിന് തെരഞ്ഞെടുത്തത് ബിലെയാമിനെയാണ്. പക്ഷെ ദൈവകൽപ്പന ബിലെയാമിന്റെ മുമ്പിൽ വിലങ്ങൽ പാറയായി നിൽക്കുകയാണ്. ഒടുവിൽ ബാലാക്കിന്റെ സമ്മാനപ്പൊതിയിൽ മോഹിച്ചിട്ട് ദൈവകൽപ്പന നിഷേധിക്കാതെ തന്നെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഇത് പ്രകടിപ്പിച്ചുകൊണ്ട് ബിലെയാം അഭിനയിക്കുകയാണ്, നടിക്കുകയാണ്. ബിലെയാം ബാലാക്കിനോട് പറയുകയാ, നീ ഈ ജനത്തെ കൊണ്ട് ശപഥാർപ്പിതം ഭക്ഷിപ്പിച്ചാൽ മാത്രം മതി, ഈ ജനത്തെ ദൈവം ശപിച്ചുകൊള്ളും, ഞാൻ ശപിക്കണ്ട. സഹോദരങ്ങളെ, അന്ത്യം ശുഭകരമായിരുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അഭിനയങ്ങളും നാട്യങ്ങളും ഉണ്ടാകുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, അന്ത്യം ശുഭകരമാകുകയില്ല, തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാകുകയില്ല. യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ ഒരു നാട്യവും ഒരു അഭിനയവും ഇല്ലാത്തയാളായിരുന്നുവെന്ന് നമുക്ക് നന്നായി അറിയാം. ആദിയിൽ പാപം ചെയ്തത് മുഖാന്തരമായി തേജസ്സിന്റെ മഹത്വ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടതായി നാം തിരുവചനത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാ സഹോദരങ്ങളെ പാപം ചെയ്തത്? അവരുടെ ശരീരം നഗ്നമായിരുന്നു ആ സ്ഥാനത്ത്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ശരീരം മാത്രമായിരുന്നില്ല, മനസ്സുകൂടെ നഗ്നമായിരുന്നു. അഥവാ ദൈവസന്നിധിയിൽ യാതൊരു നാട്യങ്ങളുമില്ലാത്ത, അഭിനയങ്ങളുമില്ലാത്ത ആദമും ഹവ്വയും എപ്പോഴാണോ ദൈവസന്നിധിയിൽ മനസ്സ് മറയ്ക്കാൻ തുടങ്ങിയത്, അഥവാ ദൈവസന്നിധിയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്, ആ സമയം പറുദീസയിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നടിക്കാൻ തുടങ്ങുമ്പോൾ, അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ, പുറന്തോടുകൊണ്ട് ജീവിക്കുമ്പോൾ, നിന്റെ ഭാര്യയോട്, ജീവിത പങ്കാളിയോട്, സഹോദരങ്ങളോട്, മക്കളോട് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ ചിന്തിച്ചു കൊള്ളുക, തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാകുകയില്ല. പക്ഷേ നമുക്ക് വേണ്ടത് അനുഗ്രഹിക്കപ്പെട്ട തലമുറയാ. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നമുക്ക് വേണമെങ്കിൽ സഹോദരങ്ങളെ, അഭിനയങ്ങളെ ഒഴിവാക്കണം. നാം തിരഞ്ഞെടുത്ത വേദഭാഗം ഇതാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും.
ഒരു ഗോതമ്പ് മണി നിലത്ത് വീഴുന്നതിനും ചാകുന്നതിനുമിടയ്ക്ക് അഥവാ മുളയ്ക്കുന്നതിനുമിടയ്ക്ക് എന്ത് പരിണാമമാണോ ആ ഗോതമ്പ് മണിക്ക് സംഭവിക്കുന്നത്? ഒന്ന്, നിലത്തുള്ള ജലാംശത്തെ സ്വീകരിച്ചിട്ട് അത് വികസിക്കും. ഇതുപോലെ നമ്മുടെ കണ്ണുനീരിലൂടെ നമുക്ക് വികസിക്കാനാകണം. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട മുളയുണ്ടാകും. രണ്ട്, അതിൻ്റെ പുറന്തോടുകളെ പൊട്ടിച്ചു കളയും. ഞാനും നിങ്ങളും ഇതുപോലെ നമ്മുടെ എൻവലപ്സിനെ തകർത്തെറിയണം, നമ്മുടെ നാട്യങ്ങളെ ഉപേക്ഷിക്കണം. അങ്ങനെയാകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറയുണ്ടാകും. സഹോദരങ്ങളെ, രണ്ട് വാക്ക്. ഒന്ന്, കണ്ണുനീര്, അത് വേണം. രണ്ട്, നാട്യം, അത് വേണ്ട. പക്ഷേ ആനുകാലിക മാധ്യമങ്ങൾ പറയുന്നു, ഇന്ന് കേരളത്തിലെ കൃഷിഭവനുകളിലൂടെ വിതരണം ചെയ്യുന്ന വിത്തുകളെല്ലാം ഹൈബ്രിഡ് സീഡ്സ് ആണ്, അഥവാ അന്തക വിത്തുകളാണ്. അന്തക വിത്തുകൾ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ ഒക്കുകയില്ല എന്നർത്ഥം. ഞാനും നിങ്ങളും തമ്പുരാൻ സൃഷ്ടിച്ച വിത്തുകളാണ്. തലമുറയെ സൃഷ്ടിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ തലമുറ അന്തക തലമുറയായി പോകരുത്, അഥവാ ഞാനും നിങ്ങളും അന്തക വിത്തുകളായി മാറരുത്. അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധിയുള്ള, ഫലസമൃദ്ധിയുള്ള, നല്ല വിളവുള്ള തലമുറ നമുക്ക് വേണം, അഥവാ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. അതിന് രണ്ട് വാക്ക്. ഒന്ന്, കണ്ണുനീര് വേണം. രണ്ട്, നാട്യം വേണ്ട. അങ്ങനെ കണ്ണുനീരിനെ സ്വീകരിക്കാനും നാട്യങ്ങളെ ഒഴിവാക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിമന്യ തിരുമനസ്സനോടുള്ള എല്ലാ ഭക്തി ആദരവുകളും അറിയിച്ചുകൊണ്ട് എനിക്ക് ഇതിനവസരം നൽകിയ വന്ദിനായ കോശി ഫിലിപ്പ് അച്ഛനോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള ആദരം അറിയിച്ചുകൊണ്ട് എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.